Hi all, welcome to Learnino. സോ നമ്മൾ ഇന്നിവിടെ നെക്സ്റ്റ് ടോപ്പിക് ഡേറ്റാബേസ് ആർക്കിടെക്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡേറ്റാബേസ് ലാംഗ്വേജസ് ആണ് കണ്ടിരുന്നത് അല്ലേ? അതിൽ DML, DDL അങ്ങനത്തെ കുറച്ച് 4 ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് കണ്ടിരുന്നു. അതിൽ ഓരോ ലാംഗ്വേജിൻ്റെയും കമാൻഡ്സ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കി വെക്കേണ്ടത്. മിക്കവാറും അതിൽ ഓപ്ഷൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ ടോപ്പിക്ക്. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കാം, ഡേറ്റാബേസ് ആർക്കിടെക്ചർ. ഓക്കെ, സോ ഡേറ്റാബേസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ആക്ച്വലി 3 ടൈപ്സിലാണ് പറയുന്നത്. 1 ടയർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ സിംഗിൾ ടയർ ആർക്കിടെക്ചർ ഉണ്ട്, 2 ടയർ ഉണ്ട്, 3 ടയർ ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് 1 ടയർ ആർക്കിടെക്ചർ എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, 1 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? എല്ലാം സെൻട്രലൈസ്ഡ് ആയിരിക്കും, അതായത് ഒറ്റ സ്ഥലത്തായിരിക്കും എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഒരു സ്ഥലത്തായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇവിടെ ക്ലയന്റ്, സെർവർ, ഡേറ്റാബേസ്, അതായത് ക്ലയൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റാബേസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനെയാണ് നമ്മൾ ക്ലയന്റ് എന്ന് പറയാം അല്ലെ. സെർവർ എന്ന് പറയുന്നത് ഈ ഡേറ്റാബേസിൽ നമ്മൾ എന്ത് സർവീസ് ആണോ ചോദിക്കുന്നത് അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സെർവർ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഡേറ്റാബേസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ 3 സംഭവങ്ങളും ഒരേ സ്ഥലത്തായിരിക്കും, അതായത് സെയിം മെഷീനിലായിരിക്കും നമ്മൾ 1 ടയർ ആർക്കിടെക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാം സിംപ്ലസ്റ്റ് ആർക്കിടെക്ചർ ആണ് അല്ലെ. അതായത് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, എക്സ്ട്രാ ഹാർഡ്വെയർസ് ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്കത് 1 ടയർ ആർക്കിടെക്ചർ സിമ്പിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതേപോലെ ക്ലയന്റും സെർവറും ഡേറ്റാബേസും ഈ 3 ആൾക്കാരും എന്താണ് ഒരേ സ്ഥലത്താണ് റിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 2 ടയർ ആർക്കിടെക്ചർ ആണ്. ഓക്കെ, 2 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമുക്കറിയാം ഒരു ടയർ എക്സ്ട്രാ ആയിരിക്കും എന്നുള്ളത് മനസ്സിലായി അല്ലെ. അപ്പൊ ഇപ്പൊ നോക്കൂ, 2 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ അതിലൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതായത് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട് അല്ലെ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിന്. അതെന്താണ് അതിന്റെ അർത്ഥം? ക്ലയന്റ് ഒരു സൈഡിലുണ്ടാവും, സെർവർ വേറൊരു സൈഡിലുണ്ടാവും. അപ്പൊ അവര് രണ്ടുപേരും എന്താണ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ വഴി ക്ലയന്റ് സെർവറിനെ കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് വരിക. ഓക്കെ, ഇപ്പൊ 2 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആയിട്ടാണ് അതിന്റെ ആ ഒരു പാറ്റേണിലാണ് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൽ 2 സെക്ഷൻസ് ഉണ്ടാവും, ഒന്ന് ക്ലയന്റും ഉണ്ടാവും, നെക്സ്റ്റ് സെർവറും ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്കറിയാം ക്ലയന്റും സെർവറും. ക്ലയന്റ് ആണ് ആര്? യൂസർ, അതായത് ക്ലയന്റിന്റെ സൈഡിലാണ് യൂസർ വരിക. അപ്പൊ യൂസർ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? നമ്മളുടെ എന്താണോ ഡേറ്റ വേണ്ടത് അത് സെർവറിലോട്ട് ചോദിച്ച്, അല്ലെങ്കിൽ ഡേറ്റാബേസ് നമ്മൾ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യൂസർ ആയിരിക്കും. അപ്പൊ അവർ ആക്ച്വലി ആ ഒരു ആക്സസ് ചെയ്യുന്നത് അപ്ലിക്കേഷൻ, ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ വഴിയായിരിക്കും ആ ഒരു ആക്സസ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? യൂസർക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് അപ്ലിക്കേഷൻ വഴിയാണെങ്കിലും ഒരു ഡയറക്റ്റ് ആക്സസ് ആണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നമ്മൾ നെക്സ്റ്റ് ആർക്കിടെക്ചർ നോക്കുമ്പോൾ അത് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആണ് 2 ടയർ ആർക്കിടെക്ചറിൽ വരുന്നത്. അത് മാത്രമല്ല ഇതിൽ എങ്ങനെയായിരിക്കും? ക്ലയന്റ് ഒരു അപ്ലിക്കേഷൻ വഴിയായിരിക്കും നമ്മളുടെ ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെർവറിലോട്ട് സർവീസ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഇതെല്ലാം എന്താ പറയാ, ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന ആക്സസ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ APIs ആണ് നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതായത് അപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുക. ആ ഇന്റർഫേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ODBC, JDBC ഒക്കെയാണ്. ODBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്ട് ഡേറ്റാബേസ് കണക്ടിവിറ്റി, JDBC എന്ന് പറഞ്ഞാൽ ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഈ 2 ടൈപ്സ് ഓഫ് എന്താ പറയാ APIs ആണ് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സെർവർ സൈഡിൽ നിന്നും നമുക്ക് ആ ഒരു ആക്സസ്, ക്ലയന്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ODBCയും JDBCയും. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആക്ച്വലി ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ക്ലയന്റ് എൻഡിൽ എന്താ ചെയ്യാൻ പറ്റുക? ക്യാൻ ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഡേറ്റാബേസ്. മനസ്സിലായോ? അതായത് ക്ലയന്റിന് ഡയറക്റ്റ് ആയിട്ട് ഡേറ്റാബേസ്, ആ സെർവർ സൈഡിലാണ് ഡേറ്റാബേസ് ഉണ്ടാവുക. അപ്പൊ അത് ആ ഒരു സെർവർ സൈഡിലുള്ള ഡേറ്റാബേസ് ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് അതിൽ നിന്നും സർവീസ് ചോദിച്ചു വാങ്ങിക്കുന്നത് ക്ലയന്റ് ഡയറക്റ്റ് ആയിരിക്കും. ഓക്കെ, അതൊരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ.
അപ്പൊ ഇതാണ് 2 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 3 ടയർ ആർക്കിടെക്ചർ ആണ്. 3 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഇതിൽ ക്ലയന്റിന് ഡയറക്റ്റ് ആയിട്ട് സെർവറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് സെർവറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, അതായത് പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ ഡയഗ്രാം നോക്കൂ താഴെ. അതായത് ക്ലയന്റ് ഉണ്ട്, സെർവർ ഉണ്ട് അല്ലെ, ക്ലയന്റും ഉണ്ട് സെർവറും ഉണ്ട്. ഓക്കെ, എന്നിട്ട് എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ക്ലയന്റിന്റെ സൈഡിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ, ക്ലയന്റിന്റെ സൈഡിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇവിടെ. അതേപോലെ ഒരു ഡിഫറൻസ് വരുന്നത് എന്താണ്? 2 ടയർ ആർക്കിടെക്ചറിൽ നിന്നും ഡിഫറൻസ് വരുന്നത് 3 ടയർ ആർക്കിടെക്ചറിൽ ഒരു ആപ്ലിക്കേഷൻ സെർവറും ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആർക്കിടെക്ചറിൽ പറഞ്ഞത് ക്ലയന്റിന് അല്ലെങ്കിൽ യൂസർക്ക് ഡയറക്റ്റ് ആയിട്ട് ഡേറ്റാബേസുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ ഇവിടെ അതായത് 3 ടയർ ആർക്കിടെക്ചറിൽ അങ്ങനെ സാധ്യമല്ല. ഓക്കെ, 3 ടയർ ആർക്കിടെക്ചറിൽ എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ആദ്യം ആപ്ലിക്കേഷന്റെ ക്ലയന്റ് വഴി നമ്മൾ ആപ്ലിക്കേഷൻ സെർവറിനെയാണ് കണക്ട് ചെയ്യുക. ഓക്കെ, ആപ്ലിക്കേഷൻ ക്ലയന്റ് വഴി ആപ്ലിക്കേഷൻ സെർവറിനെ നമ്മൾ കണക്ട് ചെയ്യും, എന്നിട്ടാണ് നമുക്ക് ഡേറ്റാബേസ് ആക്സസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലയന്റിന് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എവിടെ? 3 ടയർ ആർക്കിടെക്ചറിൽ. ഓക്കെ, സോ ഇതാണ് സിംഗിൾ ടയർ ആർക്കിടെക്ചർ ഉണ്ട്, 2 ടയർ ആർക്കിടെക്ചർ ഉണ്ട്, 3 ടയർ ആർക്കിടെക്ചർ ഉണ്ട്. ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ മതിയാവും. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല, പക്ഷേ സ്റ്റിൽ നമ്മുടെ സിലബസിൽ ഉള്ളത് കൊണ്ട് നമുക്കതൊന്ന് പഠിച്ചെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്നാൽ താങ്ക് യു.